ഷെബീക്കിന് വേണ്ടി എന്റെ ജന്മമാണ് ഞാൻ വെച്ചത്. അത് ആർക്കും ഒന്നും തിരിച്ചു തരാനൊന്നും പറ്റില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ തുറന്നു പറയട്ടോ, ഒരിക്കലും ഇത് പറയാത്ത കാര്യമാണ്, ആരോടും പറയാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ പത്രത്തിൽ വരുവാണ് ആ കൊച്ചിന് ദെത്തുന്നു. എന്റെ സമനില തെറ്റിയേ. അന്ന് ആരേലും എന്നെ കല്യാണം കഴിക്കുവാന്ന് പറഞ്ഞോണ്ടല്ലോ, കാശായിരുന്നു അവിടെ മെയിന്. കണ്ണ് കാണാത്തതിനായാലും ഞാൻ സമ്മതിച്ചേനെ. ഇവൻ 5-ാമത്തെ ദിവസം എന്നെ വിടത്തില്ലെന്നായി. എനിക്കൊരു 30 ദിവസമായപ്പോ ഇവനെ വിടാൻ പറ്റത്തില്ലെന്ന് പറയും. എനിക്ക് കല്യാണം കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട, എനിക്ക് എന്റെ കൊച്ചിനെ മതി എന്ന് പറഞ്ഞാൽ ഈ പാവച്ച അന്നും പോയിരുന്നെങ്കിൽ എനിക്ക് വട്ടായി മാറിയേനെ. ഇപ്പൊ പോയാലും എനിക്ക് മുഴുവൻ പ്രാന്തിയാകും. എന്റെ കൊച്ചു വേദന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കഠിനമായ ശിക്ഷ തമ്പുരാൻ ആർക്കായാലും കൊടുത്തിരിക്കും. പിന്നെ എന്റെ കൊച്ചിനെ ഈ ഒരു ജന്മത്തിൽ ഞാൻ വിട്ടു പറയില്ല. റാണി എനിക്ക് കരയേണ്ട ആവശ്യമില്ല, അവരാണ് കരയേണ്ടത്. നീ കരയേണ്ട പെണ്ണല്ല. അതുകൊണ്ട് എന്റെ കൊച്ചു നിന്റെ കയ്യിലുണ്ട്, നീ സുരക്ഷിതാണ്. പിന്നെ 2 വർഷക്കാലം റിലേറ്റീവ്സും എന്റെയൊക്കെ കൂടെ അങ്ങനെ നിന്ന് ഇങ്ങനെ ചെയ്ത് ആ പുരുഷൻ നോക്കി അങ്ങനെ കുറച്ച് മെച്ചപ്പെടലായിട്ട് നല്ല മിടുക്കനായിരുന്നു. നല്ല വെളുത്ത് നല്ല മറ്റേ നമ്മുടെ നബിദിനത്തിനൊക്കെ റാലി പോകുമ്പോൾ റാലിയുടെ ഇടയ്ക്കൊക്കെ ആയിപ്പോയ പുള്ളി ഇടയ്ക്ക് കയറി ഫ്രണ്ടിൽ പോകുന്നു. അങ്ങനെ വണ്ടി ഇഷ്ടാ. അങ്ങനെ പറഞ്ഞ ആ അബ്ദുൽ ഖാദറിന്റെ വൈഫും അബ്ദുൽ ഖാദറും പറഞ്ഞ അറിയോ, അബ്ദുൽ ഖാദറിന്റെ അമ്മ പറഞ്ഞു ഒരു പ്രാവശ്യം. അബ്ദുൽ ഖാദർ അമ്മയെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ദുൽ ഖാദർ നമ്മുടെ വെല്ലൂരിൽ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വരുമല്ലോ അവര്, അന്നേരം തന്നെ അവര് പോകുന്നല്ലോ, പിടിച്ചു വാങ്ങുമായിരുന്നോ ജോസാറിന്റെ കയ്യിൽ നിന്ന് പൈസ തന്നിട്ട് പോകാൻ കണക്ക് പറഞ്ഞ്. അപ്പം ആ പുള്ളിക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോസാർക്ക് വണ്ടിക്കൂലി ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് വന്ന മനുഷ്യനാ. അല്ല അപ്പം പിന്നീട് ഇവരൊരിക്കലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതൂണിൽ ഇരിക്കുമല്ലേ, ഡിസ്ചാർജ് ചെയ്ത് ആദ്യമായിട്ട് ട്രീറ്റ്മെന്റ് വന്നിട്ട് ചെറുതൂണി സ്വതർഗ സെറ്റ് റൂമിൽ ഇരിക്കുക. അപ്പം എണ്ണ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടാക്കി ഉള്ളിയൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് ഞാനിങ്ങനെ തേച്ചിട്ട്, അപ്പൊ കുഞ്ഞു കൊച്ചാട്ടോ, ഈ ഇത്ര പ്രായമൊന്നും പറയില്ല. അപ്പൊ ഞാൻ എനിക്ക് കൊരണ്ടിപ്പല ഇട്ട് കാല് നീട്ടി ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞാനിങ്ങനെ എണ്ണ തേച്ച് വെയിലത്ത് ഇരുത്തി കുളിക്കുമ്പോൾ ഒരു ഓട്ടയിൽ ഒരു സ്ത്രീ വെള്ള ഉടുപ്പ്, അമ്പർലാക്കട്ട് ഉടുപ്പ്, സൈഡിൽ ചുമല, ഷാൾ ഇട്ടിട്ട് ഇങ്ങനെ വരും. അപ്പൊ അടുത്ത് കൗൺസിലിംഗ് സെന്ററാ ഈ ചെറുതോണി സ്വതർ സെക്ടർ പോകുമ്പോ. അപ്പൊ ഞാൻ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഒരു കൊച്ചും കയ്യിലുണ്ട്, ഒരു കറുത്ത കൊല്ലത്ത ഒരു ആങ്കൊച്ച്. വന്നോടനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു. ഞാൻ ചോദിച്ചത് അപ്പുറത്തെ റൂം അങ്ങനെ പറഞ്ഞു. ഇല്ല ഞാനിവിടെ വന്നതാണ്. ഞാൻ പറഞ്ഞു ഇവിടെ എന്തിനാ വന്നെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു പറഞ്ഞു ഞാൻ എന്നെ അടുത്തും പറയാം, ഈ തോളിലിട്ടുന്ന തോർത്തിട്ട് അപ്പം തന്നെ പൊതിഞ്ഞിട്ട് അകത്ത് കയറി. എന്നിട്ട് കുറ്റിയിട്ട് ഗോപാലകൃഷ്ണ സാർക്ക് വിളിച്ചു. അതെ, കുട്ടിന്റെ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് മുടിയത്. പറഞ്ഞു പോയി അവിടെ പോയി അനുവാദം ചോദിക്കാൻ പറഞ്ഞു. നേരെ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരാന്ന് ചോദിച്ചു. അത് ഞാൻ കഥ കുറ്റിയിട്ട് ഞാൻ തുറന്നില്ല. എന്നിട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഗോപാലകൃഷ്ണ സാറ് പറഞ്ഞു ഒരു പ്രസവിച്ച്. ഞാൻ പറഞ്ഞ് അറിയോ പിന്നെ എനിക്ക് എന്നാ ജോലിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പ്രസവിച്ച് ഇട്ടിട്ട് പോയ ഒരുത്തി, വളർത്താൻ വന്നോള് കൊല്ലാൻ പിടിച്ചൊരു സ്ത്രീ, എല്ലാരും തെറ്റുകാരാ. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ നിന്നാ പോരെ. തിരിച്ച് ഞാൻ ചോദിച്ചു, വാർത്തക്കകത്ത് ഞാൻ കണ്ടതാണോ കൊച്ചു സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കിടക്കുമ്പം എല്ലാ മാധ്യമങ്ങളുണ്ട്, ഒരു ചുമന്ന ഡ്രസ് ഇട്ട് ഒരു പ്രസവിച്ച സ്ത്രീയാണ് വരുന്നുണ്ട്. ആണോ? പുറകിലുള്ള വാർത്ത എടുത്ത് നോക്ക്. പ്രസവിച്ച അമ്മയാന്ന് പറഞ്ഞൊരു സ്ത്രീ വരുന്നുണ്ട്. രമ്യെന്നോ എങ്ങനെ പറഞ്ഞു. ആ സ്ത്രീ ചുമന്ന ഷാളിങ്ങനെ പോയി കഴിയുന്നുണ്ട്. അന്ന് ആ സ്ത്രീ പറയണമായിരുന്നു, നമുക്ക് മനുഷ്യർക്ക് തെറ്റുപറ്റാത്തയില്ല. അതായത് പുതിയൊരു വിവാദം ഉണ്ടാക്കാനോ പുതിയൊരു കാര്യമില്ല. എന്റെ ബുദ്ധിക്ക് എന്റെ മനസ്സിൽ പെട്ടത്, അതായത് ഞാനാണ് എന്റെ ജീവിതം വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതം വെച്ചല്ലേ, എന്റെ ജന്മമാണ് ഞാൻ വച്ചിക്ക് വെച്ചത്. ഗവൺമെന്റിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഷെബീക്കിന് വേണ്ടി എന്റെ ജന്മമാണ് ഞാൻ വെച്ചത്. അത് ആർക്കും ഒന്നും തിരിച്ചു തരാനൊന്നും പറ്റില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ മനസാക്ഷി, എന്റെ സത്യസന്ധത, എന്റെ കരുണ, എന്റെ സ്നേഹം, അവനോടുള്ള ദയ, ഇതെല്ലാം എന്റെ പൊന്നായുണ്ട്. എന്റെ കൊച്ചു മാത്രമായിരിക്കണം. 100 ജന്മത്തിനും അവൻ എന്റെ കൊച്ചായിരിക്കണം. അപ്പോൾ ഈ സ്ത്രീ വന്നപ്പോ എന്ത് പറയണം? അവരെത്ര കല്യാണം കഴിച്ചോട്ടെ, എത്ര മക്കളുണ്ടെന്നെ, ഇവര് പ്രസവിച്ചല്ലേ. ഈ സെന്റ് ജോണിന്റെ ആശുപത്രി കിടക്കുമ്പോഴേലും ഒരു അമ്മ അവിടെ നിൽക്കണ്ടേ? പിന്നെ അവരെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞങ്ങള് വെല്ലൂരിൽ ഇരുന്നപ്പോ കൊച്ചിന് ഇമ്പ്രൂവ്മെന്റ് ആയപ്പോ ഓണം വന്നു. ഫസ്റ്റ് ഓണം വന്നപ്പോൾ അപ്പം എനിക്കും കൊച്ചിന് ഇച്ചിരി എനിക്ക് വിശപ്പുണ്ട്, കൊച്ചിന് ഡ്രസ്സിലെന്നൊക്കെ ഞാൻ MK മുനീർ സാർക്ക് വിളിച്ചു പറഞ്ഞു. സാറേ എങ്ങനെയാന്ന് പറഞ്ഞു. എന്നാൽ സാറ് വിഷമിക്കേണ്ട, ഞാനുണ്ട്, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു പെട്ടി നിറച്ചും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അവനെ നോക്കുന്ന പോലെ എന്നെ നോക്കണമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സായിട്ട് വെല്ലൂരിൽ ഏൽപ്പിച്ചിട്ട് വരുക. ബഹുമാനപ്പെട്ട MK മുനീർ സാറ് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. എന്റെ കണ്ടു കഴിഞ്ഞു, കോടി നന്ദി കൊച്ചു പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അന്നത്തെ
ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ എല്ലാ ഒക്കെ നമ്മുടെ അന്നത്തെ മന്ത്രിസഭയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയപ്പോ മുൻ നടന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ഇപ്പൊ ഉള്ള മന്ത്രിസഭ ഉള്ളില്ലേന്നൊന്നും ചോദിച്ചേക്കരി, ഇപ്പത്തെ മന്ത്രിസഭ ചെയ്ത നന്മകളും പറയുന്നുണ്ട്. അന്നേരം പത്രത്തിൽ കിടക്കുന്നേ ഞാന് ഓണത്തിന് എന്റെ അമ്മ കാണാൻ വരുന്നെന്ന് അന്നു ഞാൻ ഉടനെ തരീസാറിനോട് പറഞ്ഞു, ഡോക്ടർ തരീസാറിനോട് പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് നിൽക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്തവർ ഇവര് നമ്മുടെ മുമ്പിൽ വരരുത്. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ ഉണ്ടെങ്കിൽ കാണിക്കില്ല, പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു അമ്മയെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ആരെയും കേട്ടിട്ടില്ല. അവിടത്തെ ശരിക്കും തമിഴ്ക്കാരെന്നാ പറഞ്ഞെന്നറിയോ, പിടിച്ചു ഓടയിൽ അങ്ങനെ തരണം, ഇവിടെ കയറ്റില്ലെന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ CMC ഹോസ്പിറ്റലിൽ കയറ്റത്തില്ലെന്ന് ആ സ്ത്രീനെ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് വരാത്തത്. പത്രത്തിൽ ഞാൻ കണ്ടതാ. ഈ മലയാളികൾ പത്രം വായിച്ചിട്ട് എനിക്ക് കൊണ്ടുതരും. അന്നേരം പറയും ചേച്ചി പ്രതികരിക്കാൻ, അവിടെ എന്തിനാ ഇവിടെ ആവശ്യം, അവന് അമ്മയെ കിട്ടിയില്ലേന്ന്. അപ്പൊ ഡോക്ടർ തരീ സാർ നല്ല സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. ഡോക്ടർ MK മുനീർ സാർ സ്ട്രോങ് ആയിട്ട് തന്നു. ആ ഗവൺമെന്റ് സപ്പോർട്ട് തന്നു. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സും കട്ടയ്ക്ക് നിന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങള്, നമ്മുടെ പൊതുജനങ്ങള് അങ്ങനെ നിന്നോ. അപ്പൊ അങ്ങനെ പോകുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. നമ്മുടെ ആവശ്യമില്ലല്ലോ. അന്ന് നിൽക്കാത്ത സ്ത്രീ ഇട്ടിട്ട് പോകുന്ന റിലേറ്റീവ്സ് ഇപ്പൊ ഞാൻ കൊച്ചി ഇമ്പ്രൂവ്മെന്റ് വന്ന ഉടനെ ഇവര് താരമാകാനൊന്നും ആകാറുണ്ട്, ഞാൻ കൊടുക്കില്ലെന്ന് തന്നെ അന്നും പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ പിന്നെ ഫുള്ള് മുനീർ സാർ വന്നല്ലോ. മുനീർ സാർ വന്ന ഉടനെ നല്ല കെയറിങ്, നല്ല കാര്യങ്ങൾ നേരിട്ട് വന്ന് നോക്കിയപ്പോ സന്തോഷം. അങ്ങനെ പോയി. അന്നേരം പോയപ്പോ അല്ലെന്നു പറഞ്ഞാൽ അതിനകത്ത് മാധ്യമങ്ങളെ കയറ്റാത്തത് കൊണ്ട് പലരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവര് രഹസ്യമായിട്ടൊക്കെ വന്നാണ് ചിലതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൊ കൊച്ചിന്റെ ബർത്ത്ഡേ വന്നു, ബർത്ത്ഡേ ആഘോഷിച്ചു. വാടി വെച്ച് ഡോക്ടർ തരീ സാറ് തെറാപ്പി സെന്ററിലൊക്കെ വെച്ച് ആഘോഷിച്ചു. പിന്നെ ഓണം ക്രിസ്മസ് ഒക്കെ അതാത് രീതിക്ക് അവര് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ മലയാളികള് ഇലയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഫുഡൊക്കെ അവന് കൊണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഒരു വർഷം കുറെ ഒരു 4 മാസമോ 3 മാസമോ 1.5 മാസമോ 2 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇമ്പ്രൂവ്മെന്റ് ഡിസ്ചാർജ് ചെയ്യണം. അപ്പം തിരിച്ച് നമ്മൾ അവിടെ നിന്ന് വരണം. അപ്പോഴാണ് ചെറുതോണി വരുന്നത്. ഈ ചെറുതോണി വരുമ്പോഴാണ് ഈ സ്ത്രീ വന്നത്. പിന്നെയും അപ്പൊ നമ്മുടെ അന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണ സാറും സാമൂഹ്യ നീതി വകുപ്പിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ചാനലിനും പറയണം. ഞാൻ സമ്മതിച്ചില്ല. പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്നെ അടുത്ത് തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നോക്കിയപ്പോൾ അവള് ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അന്നേരം രണ്ടാമത് കല്യാണം കഴിഞ്ഞ സ്ത്രീ അപ്പോ കൊച്ച് അവിടെ കൂടുതലുണ്ട്. ഞാൻ കൊച്ചിനെ വെച്ച് വീടെല്ലാം വേണ്ടെന്ന് വെച്ച് 24 മണിക്കൂർ കൊച്ചിനെ കഴിച്ചോണ്ടിരിക്കുക. ആ സ്ത്രീ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് അത് അടുപ്പിക്കാൻ പറ്റില്ല, എനിക്കത് താങ്ങാൻ പറ്റില്ല, എന്നെ തിരിച്ചു വിടാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ അത് അടുപ്പിച്ചിട്ടുമ്പോ പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോഴൊക്കെ ഓരോരുത്തർക്കും ചെയ്ത തെറ്റ് ചെയ്തവന് കാണണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് നിന്നു. എനിക്ക് ഇഷ്ടമല്ലല്ലോ ഇതില്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ തരീ സാറിനോട് പറയുന്നുണ്ട്, റിലേറ്റീവ്സ് ആണെന്ന് പലരും പറയുന്നുണ്ട്. അന്ന് ആരും വന്നില്ല സാറേ എന്ന് പറയുമ്പോൾ സാർ എന്നാ പറഞ്ഞറിയോ, ബന്ധുമിത്രാദികള് റിലേറ്റീവ്സ് അങ്ങനെ തെറ്റ് ചെയ്തവർ വന്നവര് കൊടുത്തു. അതായത് ഒരു മാധ്യമങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവന്റെ ഡോക്ടേഴ്സ് വന്ന് അവനെ കാണുന്നതിന് തൊടുന്ന പോലെയല്ല. അവര് റിലേറ്റീവ്സ് ആരേലും വന്നു അവന്റെ വായില്, അവൻ വാദിയല്ലേ, അവര് പ്രതികളല്ലേ, എന്തെങ്കിലും സ്നേഹത്തിന്റെ പുറത്ത് മുട്ടായില് വിഷാംശം ചേർന്ന് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചു പോയാല് നീ ജയിലിൽ കിടക്കും. നിന്റെ കയ്യിലിരിക്കുന്ന കാലം വരെ നീ അത് സ്ട്രോങ് ആയിട്ടാ. ഞാൻ അന്ന് മുതൽ സ്ട്രോങ് ആയി. ഞാൻ തൊടിപ്പിക്കത്തില്ല, ജയിപ്പിക്കത്തില്ല. ഞാൻ എന്ത് സാധനം കഴിപ്പിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. എന്റെ കയ്യെ വെച്ച് നോക്കുന്നവരങ്ങ് നോക്കിയാൽ മതി. ആ രീതിക്ക് തന്നെ പോയി. അങ്ങനെ 1.5 മാസം 2 മാസം അങ്ങനെ ചെറുതോണി നിന്ന് അടുത്ത ചെക്കപ്പായല്ലോ. അന്നേരം ചെക്കപ്പിന് പോയപ്പോ ഒരിക്കലും തുറന്നു പറയട്ടോ, ഒരിക്കലും ഇത് പറയാത്ത കാര്യ, ആരോടും പറയാത്ത കാര്യ, തുറന്നു പറയാം. ഒരിക്കലും ആർക്കും ഒരു ഓർഫനേജ് ജീവിതം തമ്പുരാൻ കൊടുക്കരുത്. നമുക്ക് ഓർഫനേജ് ജീവിതവും നമുക്ക് പറ്റിയതല്ല. ഒരു നേരത്തെ കഞ്ഞിയായാലും ഒരു ജോഡി ഡ്രസ് ഉണ്ടല്ലോ, നമുക്കൊരു വീടിന്റെ അന്തരീക്ഷം മതിയേ. പക്ഷെ ഓർഫനേജ് ജീവിതവും ഭയങ്കര കഠിനമാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഭൂമിയിൽ ഓർഫനേജുകൾ പാടില്ല. കുടുംബമാണ് വേണ്ടിയത്. ഒരു കുട്ടിക്ക് വീടാണ് വേണ്ടിയത്, അച്ഛനും അമ്മയാണ് വേണ്ടിയത്, വീടിന്റെ അന്തരീക്ഷമാണ് വേണ്ടിയത്, വീടാണ് വേണ്ടിയത്, കുടുംബമാണ് വേണ്ടിയത്. ഒരു ഓർഫനേജും പാടില്ല. നമുക്ക് വാർത്തകളിലൊക്കെ മക്കൾ ഓർഫനേജിൽ നിന്നു ഇങ്ങനെ. ഇന്ന് രാവിലത്തെ ഇന്ന് ഏതിലാ വേണ്ടേ, എത്രാമത്തെ 60ാമത്തെ കുഞ്ഞോ അമ്മത്തൊട്ടില്ലേ, അങ്ങനെ ഞാൻ കേട്ടപ്പോ മനസ്സിൽ ഓർക്കണം, തമ്പുരാനെ അങ്ങനെയല്ല, അതല്ല വേണ്ട, ഒരു നേരത്തെ ആഹാരം മതിയാ അതുങ്ങൾക്ക് അങ്ങനെ. അപ്പം അത് പറ്റില്ല. അപ്പൊ ഞാൻ ഡോക്ടർ സാറിയാനോട് പറഞ്ഞു, സാറേ എന്നെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഓർഫനേജിലാണെങ്കിൽ ഞാൻ പോവില്ല, എന്നെ തിരിച്ച് വീട്ടിൽ വിടണം, എനിക്ക് അവനെ വെച്ചോണ്ട് ഓർഫനേജിൽ നിൽക്കാൻ പറ്റില്ല.
അങ്ങനെന്ന് പറഞ്ഞു. ഓർഫനേജ് ജീവിതം പറ്റിയല്ല കേട്ടോ, ഇനിയുള്ള കാലമായാലും ഓർഫനേജ് ജീവിതം ഒരിക്കലും അംഗീകരിക്കില്ല. അങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ പത്രത്തിൽ വരുവാണ് കൊച്ചിന് ദത്തെന്ന്. എന്റെ സമനില തെറ്റിയേ, എനിക്ക് വെളിവുകേട് വന്നേ, കൊച്ചിനിട്ട് സത്യം പറയുവാ. അന്ന് ആരേലും എന്നെ കല്യാണം കഴിക്കുവാന്ന് പറഞ്ഞോണ്ടല്ലോ, കാശായിരുന്നു അവിടെ മെയിന്. കല്യാണം കഴിക്കുവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണ് കാണാത്തവനായാലും ഞാൻ സമ്മതിച്ചേനെ. എന്നാ പറയട്ടെ, കാശ്, കൊച്ചിനെ സംരക്ഷിക്കാൻ കാശ് വേണം, മെയിനായിട്ട് ട്രീറ്റ്മെന്റ് വേണമല്ലോ, അപ്പൊ കാശ് വേണമല്ലോ. അപ്പൊ കാശ് എൻ്റെ കയ്യിലില്ല. അപ്പം പിന്നെ അന്ന് കല്യാണം കഴിക്കാൻ ഏതെങ്കിലും കാശുകാരൻ വന്നിരുന്നെങ്കിൽ അവർക്ക് എന്ത് ഓർമ്മണ്ടേലും പ്രശ്നമില്ല, എനിക്ക് കാശ് വേണം, എന്നെ കൊച്ചിന് ട്രീറ്റ്മെന്റ് നടക്കണം, ഞാൻ എന്റെ കൊച്ചു. അന്ന് ആരും അങ്ങനെയൊന്നും വന്നില്ലല്ലോ, എവിടെയെങ്കിലും ഒളിച്ചു പോയാൽ മതിയായിരുന്നു അന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ എന്നെ ഞാൻ പോണമല്ലോ തിരിച്ച് കേരളത്തിൽ, വീട്ടിലേക്ക് തിരിച്ചു പോണമല്ലോ. വാവച്ചി ഇങ്ങനെ ഗവൺമെന്റ് ദത്ത് കൊടുക്കൂ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമല്ലോ. എനിക്ക് വട്ടായി മാറി. ഇവൻ 5-ാമത്തെ ദിവസം എന്നെ വിടത്തില്ലെന്നായി, എനിക്കൊരു 30 ദിവസമായപ്പോ ഇവനെ വിടാൻ പറ്റത്തില്ലെന്നായി. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ ആലോചിച്ച് രാവും പകലും ഉറക്കമില്ലാതെ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നു, വെപ്രാളം വരുന്നു. അപ്പം ഈ സൈക്കോളജി ഡോക്ടർമാര്, സൈക്കാട്രി ഡോക്ടർമാരും ഇവരും കൗൺസിലിംഗ് ഉണ്ട്, എനിക്ക് കൗൺസിലിംഗ് ഉണ്ട്. ഇവരും എന്നോട് പറയും, ചേച്ചി ഡ്യൂട്ടിക്കായിട്ട് വന്നതല്ലേ ശിബിക്കിന്റെ അമ്മ, നമുക്ക് പിന്നെ നമ്മളൊരു അഭിനയം, അതായത് നമ്മളൊരു കാര്യത്തിന് ഒന്ന് അഭിനയിക്കാൻ വന്നു, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ആ ശരി, ഞാൻ എല്ലാം സമ്മതിക്കും. ലാസ്റ്റ് പറയും കൊച്ചിനെ തരത്തില്ലെന്ന്. ഇത് തന്നെയായി, ഞാൻ തരത്തില്ലെന്ന്. ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് പോയി തരി സാറിനെ കണ്ടിട്ട് പറയുക, സാറേ എന്റെ കൊച്ചിനെ പിരിക്കാതെ എന്തേലും CMC ഒന്ന് ദത്തെടുക്കാൻ പറ്റുമോ? CMC ഹോസ്പിറ്റലിൽ ദത്തെടുക്കുകയാണെങ്കിൽ എന്നെയും കൊച്ചിനെ സാർക്ക് നോക്കാൻ പറ്റുമോ? ഇനിയും കിടന്ന് ഉറക്കില്ല, ഇനി എന്നെ തല്ലിക്കൊണ്ടു. ഇതൊക്കെ ശരിക്കും നമ്മള് മുനീർ സാറിന്റെ ഒക്കെ ശരിക്കും ഇന്റർവ്യൂ വരേണ്ടതാട്ടോ. ഞാൻ മുനീർ സാറിനെ വിളിച്ചു കാറി കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എന്റെ കൊച്ചിനെ തരുവേയില്ലേ, ഞാൻ എന്നെയും കൊച്ചിനെ പിരിക്കാൻ പറ്റില്ലേ, എന്റെ കൊച്ചിനെ ഞാൻ തരില്ല. സാറേ, കേരളത്തിലെ ഗവൺമെന്റ് എന്തൊക്കെ നന്മകൾ സമൂഹത്തിന് ചെയ്യുന്നു, എനിക്കും എന്റെ കൊച്ചിനും ചെലവിന് തന്ന് ഈ ഗവൺമെന്റ് നോക്കിക്കൂടെ? എനിക്ക് കല്യാണം കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട, എനിക്ക് എന്റെ കൊച്ചിനെ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഒത്തിരി കരഞ്ഞപ്പം പറഞ്ഞു, സമാധാനിക്ക്, ഞങ്ങളുണ്ട്, അങ്ങനൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അവിടെ ഒരു ചാപ്പലുണ്ട്, അവിടെ ഒരു കുരിശ് മാത്രമേ ഉള്ളൂ, അവിടെ കൊണ്ട് നിലത്ത് കിടത്തിയിട്ട് കൊച്ചിന്റെ ഇമ്പ്രൂവ്മെന്റ് ആയുസ്, എന്നെയും കൊച്ചിനെയും പിരിക്കലേ എന്ന് പറഞ്ഞ് മുട്ടേ ഇരുന്ന് പ്രാർത്ഥനയാ ഫുൾ ടൈം. ഈ ഗോപാലകൃഷ്ണ സാർ വിളിക്കുവാണേ, ഞാൻ ചോദിച്ചു സാറേ എന്നാന്ന്? അന്നേരം പറയാം, ഒരു സന്തോഷ വാർത്ത, താൻ ആരോടും പറയരുതേ. എന്നാന്ന് ചോദിച്ചപ്പോ, നിന്നെയും കൊച്ചിനെ ഒന്നിച്ചെടുക്കാൻ ഒരു സ്ഥാപനം ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് തെത്തും, വാർത്തയിൽ വായിക്കും എത്ര പേര് തെറ്റ് ചോദിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ആഹാരമൊന്നും ഇല്ലാതെ എനിക്ക് പറ്റില്ലതായിരുന്നു. ഈ പാവച്ച അന്നും പോയിരുന്നെങ്കിൽ എനിക്ക് വട്ടായി മാറിയേനെ. ഇപ്പൊ പോയാൽ എനിക്ക് മുഴുവൻ പ്രാന്തിയാകും. എന്നിട്ട് ഒരു ഇഷ്ട എന്റെ പൊന്നിട്ടറിയാം. അങ്ങനെ പറഞ്ഞപ്പോ അവരെന്നെ പറഞ്ഞു, അപ്പൊ ഞാൻ രഹസ്യമായിട്ട് വെച്ചേക്കുവാ, എന്റെ വീട്ടുകാരോടൊന്നും പറയില്ല, എന്റെ വീട്ടുകാർ തിരിച്ചു വരാൻ പറയുക, ഞാൻ വരത്തേയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുൾ മെഡിക്കൽ സപ്പോർട്ട് വേണം, ഡോക്ടേഴ്സ് ഫുൾ വേണം, അത്ര ഡാമേജ് ഉണ്ട് കൊച്ചിന്. അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകുന്നത്, ഗവൺമെന്റിന് പറഞ്ഞ വാക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് അല്ലസർ മാനേജ്മെന്റാ. അത് അല്ലസർ മാനേജ്മെന്റ്, അല്ലസർ മെഡിക്കൽ കോളേജിൽ അമ്മത്താരായിട്ട് ഞങ്ങളുടെ രണ്ടുപേരും സ്വർഗവാ. പിന്നെ പുറലോകം കണ്ട് ജീവിക്കണം, സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം, അത് അവന്റെ വയ്യാഴിക വരും, അവന്റെ ജീവൻ നിലനിർത്തണമല്ലോ, അത് കഴിഞ്ഞല്ലേ പഠിത്തം. അപ്പൊ അതൊക്കെ അതിന്റെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്തു. അവരുടെ കുടുംബത്തിലെ 4-ാമത്തെ കൊച്ചായിട്ട്, ചെയർമാൻ്റെ സാറിന്റെ 4-ാമത്തെ കൊച്ചായിട്ട്, റെജീന എന്ന മാഡത്തിന്റെ പേര്, അതായത് MD-യുടെ ഉമ്മച്ചിയുടെ പേര്, ഉമ്മച്ചി 4-ാമത്തെ കൊച്ച്, ഉമ്മച്ചിയുടെ കൊച്ച്, ഉമ്മച്ചി പ്രസവിച്ച് എൻ്റെ കയ്യിൽ തന്നു, എന്നൊക്കെ തന്നു. ഞങ്ങൾ എന്തൊക്കെയാണോ അവൻ പറയുന്നത് ഇപ്പം, അവരുടെ ഒരു കരുണയാണ്. എന്തോരം പൈസ ഉണ്ടെന്നറിയാമോ? അന്ന് ലക്ഷങ്ങളാണ് ഗവൺമെന്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത്രയും ചെയ്ത്, മീഡിയ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. എൻ്റെ കാര്യം വിട്ടുകൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ. അന്നും ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ആക്കി കൊണ്ടുവന്ന് ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി പിന്നെ ഇവർക്ക് കൊടുത്തപ്പോൾ ഇവര് 2014 ജൂലൈ 21 മുതൽ ഇവർ നോക്കുക. അപ്പൊ അന്നേരം എന്തോരം മെഡിസിൻ, എന്തോരം കാര്യങ്ങൾ, ചെക്കപ്പ്, VIP പവറിലെ ജീവിതം, ഓരോ ഡ്രസ്സിന്റെ വില, ആ വയ്യാഴിക വന്ന എക്സ്ട്രാ വയ്യാഴിക വന്ന അതിന്റെ ചെലവ്, ഓക്സിജനൊക്കെ എത്ര ദിവസം കൊടുക്കേണ്ടി വന്നാൽ എത്ര ലിറ്ററിൽ ഓക്സിജനൊക്കെ പോകുന്നറിയാം. അപ്പം അതൊക്കെ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാനില്ലേലും മനുഷ്യന്റെ കാര്യം മരിച്ചു പോയാൽ എൻ്റെ കൊച്ചു അല്ലസർ മെഡിക്കൽ കോളേജിൽ, അല്ലസർ മാനേജ്മെന്റിൽ, അല്ലസർ കുടുംബത്തിൽ അവൻ സേഫാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ. അതുപോലെ ഇതിന്റെ പുറകിൽ നമ്മുടെ വക്കീൽ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ചൈൽഡ് വെൽഫെയർ,
ചെയ്യുന്നു. അങ്ങനെ എല്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി സാറുമാരിലല്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അതായത് എനിക്ക് 12,000 രൂപ സാലറിയാണ് ഗവൺമെൻറ്റും ചേർന്ന് അന്ന് തീരുമാനിച്ചിരുന്നത്, നല്ല ശ്ര തന്നുകൊണ്ടിരുന്നത്. ഈ 12,000 സാലറിയുടെ കാട്ടിലും അമ്മുക്കുട്ടിയെ അമ്മയുടെ പൊന്നിങ്ങോട്ട് വന്നേ, അമ്മയുടെ അടുത്ത് വന്നേ എൻ്റെ അമ്മ ആ മ്യൂസിക് എടുത്ത് കൊടുത്ത മേമ. അന്നേരം സാമ്പത്തിക ബുദ്ധിമുട്ട് വരിക. അത് പറഞ്ഞാൽ എനിക്ക് കുടുംബം നോക്കേണ്ടത് വന്നു. എനിക്ക് വയ്യാഴികകൾ, എനിക്ക് എക്സ്ട്രാ ആഗ്രഹങ്ങൾ, ഇതെല്ലാം ചോദിച്ചാൽ തരും. എന്നാൽ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബത്തിനോട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ പറയാൻ പറ്റില്ലല്ലോ എൻ്റെ വഴി. അപ്പോൾ അതിനു വേണ്ടി എനിക്കൊരു ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജോലിയായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കൊച്ചു നടക്കും, കൊച്ചിന്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്ന ഓർത്തോണ്ടായിരിക്കും ജോലി എന്ന് പറഞ്ഞത് അന്ന് MK മുനീർ സാറ് ബഹുമാനപ്പെട്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചിന് മാറ്റങ്ങളൊന്നുമല്ല, കൊച്ചു വളരുമല്ലേ, കൊച്ചു ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ. അപ്പൊ ആ കൊച്ചിനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? അങ്ങനെ ജോലിയല്ല വേണ്ടിയത്, എനിക്ക് ആനുകൂല്യമോ വേണ്ടെന്ന് പറഞ്ഞ്. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പിണറായി സാറിൻ്റെ അനുഗ്രഹത്തിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ, പ്രത്യേകിച്ച് നമ്മുടെ റോസിയ ST സാറ് ഫുൾ സപ്പോർട്ട് ചെയ്തു. അതിൽ എടുത്തു പറയേണ്ടത്, എനിക്ക് വേണ്ടി വക്കീലായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എല്ലാം കൊടുക്കണം, ചേച്ചി അതിനെ അർഹതപ്പെട്ടോളാന്ന് പറഞ്ഞു. എൻ്റെ എന്താ പറയാ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ മാധ്യമങ്ങള് പൊതുജനങ്ങൾ അറിയിച്ച് ഗവൺമെന്റിൽ ശ്രദ്ധയിട്ടിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാവച്ചിയുടെ വക്കീല് രാജേഷ് സാറില്ലേ, അതൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളാ ജീവിച്ചിരിക്കുക. ആ സാറിന്റെ സപ്പോർട്ട് ശരിക്കും ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ, അതായത് ഇവിടെ വന്ന് ജഡ്ജി സാറ് വന്ന് നോക്കിയപ്പോഴും അവൻ്റെ അമ്മ എപ്പോഴും അവൻ്റെ കൈ വേണം. അപ്പോൾ ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല അവർക്ക്. അപ്പം എന്തൊരു സാമ്പത്തികത്തിന് നമ്മൾ ഗവൺമെന്റിന്റെ കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ രീതി. പിന്നെ വന്ന ഓഫീസേഴ്സ് ഉണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഇപ്പോഴത്തെ ഓഫീസേഴ്സ്, പഴയ ഓഫീസേഴ്സ് അല്ല, സാർമാരൊക്കെ വന്ന് നമുക്കറിയാലോ പത്രത്തിലും കാര്യങ്ങൾ വരുമ്പോൾ ഓഫീസേഴ്സ് അല്ലാതെ ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ചുകൊണ്ട് പറയുമല്ലോ, രാണിക്കത് ചെയ്യേണ്ടത്, അവർക്ക് അവരുടെ അപ്പനും അമ്മയും നോക്കണ്ടേ. ആ ഒരു രീതിക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാം നല്ലായിരുന്നു. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ അപേക്ഷ അയച്ചിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വിളിച്ചിട്ടുണ്ട്. ഇതില് ഒറ്റ കോളിൽ എടുക്കുന്ന ഒരു ഇപ്പത്തെ ഇതില് നമ്മുടെ റോസിയ സ്റ്റാറാണ്. ചേച്ചി എത്രാമത്തെ വയസ്സിലാണ് മോന്റെ അടുത്തേക്ക് ചെല്ലുന്നത്? എനിക്കിപ്പോ 45 വയസ്സാണ്. 19/5/1979 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം കണക്ക് കൂട്ടി നോക്കണേ, 2015 ഓഗസ്റ്റ് 15 മുതൽ പാപ്പച്ചിയുടെ കൂടെ ഉണ്ട്. അപ്പൊ 11 വർഷമായില്ലേ എനിക്ക്. 12 വർഷം. അല്ല, 2013 മോന് അപകടം ആ വർഷം തന്നെ ചേച്ചി പോയില്ലേ? അപ്പൊ ചേച്ചിക്ക് 2013 ഇത് 12 വർഷം. ഇപ്പൊ 45 12 കുറച്ചാ പോരെ? 45 വയസ്സാ. 45 വയസ്സാണ് എന്റെ കണക്കില്. എനിക്ക് കഴിയുന്ന 50 വയസ്സെന്ന് പറയുന്നതാണ് ഇഷ്ടം. അതെന്നാന്നറിയാവോ, 50 വയസ്സുള്ള അമ്മ ഇപ്പോഴും ഷെബീക്കിന്റെ അമ്മയായതുകൊണ്ട് അതിന് പ്രായമാകാതെ ഇരിക്കാന്ന് പറയല്ലോ, അല്ലേ ബാബച്ചി? അതാണ് അവന്റെ പോയിന്റ്. എത്ര പ്രായമായാലും പ്രായമാകുവേ ഇല്ല അവന്റെ അമ്മ. ചേച്ചിക്ക് 33 വയസ്സിലാണ് ചേച്ചി പോകുന്നത്. ചേച്ചിയുടെ വീട്ടില് കല്യാണമൊക്കെ ആലോചിച്ചില്ല? പിന്നെ ചേച്ചിമാരുടെയൊക്കെ കല്യാണം ഇച്ചിരി വൈകിയാ കഴിഞ്ഞത്. പിന്നെ കല്യാണം വൈകി. അപ്പൊ കല്യാണം കഴിഞ്ഞു, ഡെലിവറി കാര്യങ്ങള്. ഇതില് എൻ്റെ ഒരു ചേച്ചിയുടെ കൊച്ചിന് ജന്മനാ തല നടക്കാൻ പറ്റാത്തൊരു കൊച്ചൊക്കെ ഉണ്ട് ഇപ്പോഴും. 15 വയസ്സാ, പെങ്കൊച്ച. സംസാരമൊക്കെ എന്നൊക്കെ, സംസാരമൊന്നും ക്ലിയർ അല്ല, തത്തി നടക്കും. 90 കിലോ ഉണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതിന് കുറച്ചുകൂടെ സംരക്ഷണം കൊടുക്കേണ്ടത് വന്നു, അവിടെ കൂടെ ചേർന്ന് തന്നെ. അപ്പം 3 ചേച്ചിമാരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കല്യാണം. വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല ഞാൻ. അതിലെന്നാന്ന് പറഞ്ഞാ, തിരിച്ച് വീട്ടുകാര് തിരിച്ച് വിളിച്ചില്ലേ മോനെ? വിളിച്ചു. അതിലൊരു എൻ്റെ കൂടപ്പറപ്പ് പറയുന്നില്ല, അത് ഇപ്പോഴും അകന്നുപോയി. അതായത് ഭയങ്കര ഒരു നിരാശയായിപ്പോയി നമ്മള്. അത് ഒത്തിരി വിഷമത്തിലായി. ഷെഫീഖിന് എന്തെങ്കിലും അറിയാമോ അവന്റെ കാര്യങ്ങൾ? വാവച്ചിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേ, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന, അല്ലാതെ വേറെ ഒന്നും. അല്ലാതെ പുതിയതായിട്ട് അവന്റെ ഉൾമനസ്സിൽ കാണും. ഏതൊരു വ്യക്തിക്ക് ഉൾമനസ്സിൽ കാണും. മനസ്സിൽ കിടക്കുന്നത് നമ്മളിങ്ങനെ പൊടി തട്ടി എടുക്കുമ്പോഴാണ് ഓർമ്മയിൽ വരുന്നത്. ആ ഒരു സാഹചര്യം ദൈവം ഡോക്ടർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ തരീ സാറ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിലെ പ്രതികാര ബുദ്ധിയുള്ള കൊച്ച്, അല്ലെങ്കിൽ ഈ ഭയങ്കര ഉള്ളതുണ്ട്.
അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും കേരള ഗവൺമെന്റ് പൊതുജനങ്ങളും എല്ലാവരും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ ജീവിതം വെച്ചിട്ട് നമ്മളൊരു മോശമായിട്ട് കൊച്ചായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? ആ ഉള്ള ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് നമ്മളെ എപ്പോഴും ഈ പിടിവാശി ഉണ്ടെങ്കിലും അത് നമ്മുടെ അത് തീർക്കും ആള്, അത് എന്നോട് തീർക്കും. അപ്പൊ നമ്മൾ ആ ഇതിലേക്ക് ഇല്ലാതെ വേറെ ഇതിലേക്ക് മാറും, ശ്രദ്ധ മാറ്റിവിടും. ഷെഫീക്കെ വാവച്ചി എന്നാണോ അമ്മ എന്നാ പറയുന്നേ? എന്റെ അമ്മ ഉള്ളതല്ലേ പറയുന്നേ? എന്റെ അമ്മ ഉള്ളതാണോ പറയുന്നേ? ആ ആണോ? രാഗിണിയെ ഞാൻ കൊണ്ടുപോണോ? വേണ്ട, എന്റെ അമ്മയാണോ? വേണ്ട, എന്റെ പെറ്റമ്മയാ. അവന്റെ അമ്മ എവിടെയാ പ്രസവിച്ചെന്നറിയോ അവനെ? രാഗിണി വെല്ലൂരാണോ രാഗിണി പ്രസവിച്ചേ? നല്ലൊരു ആശുപത്രിയിലെന്നേ. വല്ലൂർ ആശുപത്രി. വലിയൊരു ആശുപത്രിയിലെന്നേ. ഭയങ്കര ആക്റ്റീവാണ് ഇപ്പം. അത് ഭയങ്കര സന്തോഷം. പിന്നെ അവനറിയാം അവന്റെ അമ്മ ഇട്ടിട്ട് പോവില്ല. അവന്റെ അമ്മ എവിടെ പോകുന്നു അവനെ കൊണ്ടുപോകും. രണ്ടുപേർക്കും അറിയാം. ഇപ്പൊ 12 വർഷമായിട്ട് ഇവന്റെ ഒപ്പം തന്നെ. അതായത് ചേച്ചി പറഞ്ഞ പോലെ ഒരു മിനിറ്റ് പോലും ചേച്ചിക്കൊന്നും മാറാൻ പറ്റാതെ കുഞ്ഞിന്റെ കൂടെ ജീവിച്ചിട്ട് ഇപ്പം പലരും ത്യാഗമാണെന്നൊക്കെ പറയും, അല്ലെങ്കിൽ സ്വന്തം ജീവിതം. പക്ഷെ ത്യാഗത്തെക്കാൾ ഉപരി എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മൾ ഇതല്ലേ ചെയ്യാ. എന്റെ കുഞ്ഞ് ഇതാണെങ്കിൽ ഞാൻ അതല്ലേ ചെയ്യണം. അതാണല്ലോ ഒരമ്മ, ഒരു സ്ത്രീ അതാണ് ഇരിക്കണമല്ലോ. വിധി വന്നതിന് ശേഷം ചേച്ചി എങ്ങനെയാ അതിനെ കാണുന്നേ? വിധി വന്നതിനെക്കാട്ടിലും ഷെബീക്ക് അനുഭവിച്ച വേദനയ്ക്കോ ഷെബീക്കിന് വന്ന ഈ ജന്മം നശിപ്പിച്ചു കളഞ്ഞ അതിന് നീതിപീഠം ചെയ്തത് അത് ഞാൻ സ്വീകരിക്കുന്നു. സന്തോഷം നമ്മുടെ കോടതിക്കും നമ്മുടെ നിയമത്തിലും ഒക്കെ ചെയ്യുന്നു. പക്ഷെ സാധാരണ ഒരമ്മയായിട്ട്, ഒരു സാധാരണ സ്ത്രീയായിട്ട് ചിന്തിക്കുമ്പോൾ ഈ 12 വർഷമാണ് ഞാനും കൊച്ചും ഇങ്ങനെ ഒരു ജീവിതം. എന്നിയുള്ള ജീവിതവും ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ മുമ്പ് അവൻ വേദനിച്ചത്, അവൻ വിഷമിച്ചത്, അവന്റെ പട്ടിണി, ആ വേദന സഹിച്ചൊരു മനസ്സിരിക്കത്തില്ലേ? ഇത്ര വേദനകളും ശരീരത്തിൽ ഇത്ര പാടും വന്നിട്ട് കുഞ്ഞത് വേദനിച്ചിരുന്ന് കാണത്തില്ലേ? അത് പൊള്ളലിന്റെ പട്ടിണികളല്ല, ആ പൊള്ളിപ്പിച്ചതിന്റെ ഇതില്ലേ, ആ പുകച്ചില്. നമുക്ക് കണ്ണിലൊരു പൊടി വീണാ പറ്റില്ല. നമുക്ക് നമ്മളെ നഖം വെട്ടുവാണെങ്കിൽ ഇച്ചിരി കീറിപ്പോയാ ഒരു 3-4 ദിവസത്തേന് നമുക്കൊരു ഇറിറ്റേഷനും വേദനയും അത് പറയാൻ പറ്റില്ല. നഖം തട്ടട്ടെ, നമ്മുടെ കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോ നഖം ഒന്ന് തട്ടട്ടെ. ഇത് ഇത്ര കൊച്ചു സഹിച്ചെന്ന് പറഞ്ഞാ ഈ ജന്മമല്ല, അവർക്ക് 1000 ജന്മത്തില് ശിക്ഷ കൊടുത്താലും മതി വരില്ല മേമേ. ഇതൊക്കെ എന്ത് പറയാനാ? 10 വർഷം, ഒരു 55 വയസ്സാകുമ്പോ പുറത്തിറങ്ങും. എന്നെയും ഒരു ലാഭിഷായിട്ട് ജീവിക്കും. എന്നെയും അവർക്കൊക്കെ മക്കളുണ്ടാകും. എന്നെയും അവർക്കൊക്കെ എന്തേലും. എനിക്ക് കൊച്ചിന് മാറ്റമൊന്നുമില്ലല്ലോ. ആണോ? അങ്ങനെയല്ലേ? എന്നാ മേമേ? അതെ, വാവച്ചി ഇങ്ങോട്ട് നോക്കിയേ, എന്റെ അമ്മയുടെ കൈ ഇത് കെട്ടിട്ടെ. എന്നിട്ട് ഒരാഴ്ച കൂടുതലായില്ലേ വാവച്ചിയുടെ കേസിന്റെ പുറകിൽ വന്നേ. രാത്രിയും പകലും ഓർത്തോർത്ത് കരയലും നമുക്ക് വിഷമവും. ഇപ്പൊ 2 ദിവസമാണ് ഉറങ്ങിയിട്ട് ഞാനൊക്കെ ഒന്ന് റിലാക്സ് ആയത്. ഇപ്പൊ അതിന്റെ പിറ്റേ ദിവസം മുതലെങ്കിൽ നമുക്ക് അവനെ എന്ത് പറയാ, എന്തുണ്ടെങ്കിലും അവർക്ക് ഇനിയും അല്ലെങ്കിൽ ആ സമയം ഇടണമായിരുന്നു. ആ നല്ല പ്രായം പിടിച്ചിട്ട് അല്ലെ? ആ നല്ല പ്രായമില്ലേ? ഇവര് അത്യാവശ്യം സൂചിച്ച് ജീവിച്ചു. അവര് എവിടെയാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്? അത് പുറത്തായിരിക്കുമല്ലോ. പക്ഷെ അന്നേരം പിന്നെ വേറൊരു കാര്യം പറയണേ, ദൈവം എന്ന് പറഞ്ഞത് ഭയങ്കര സത്യം. ആരെയും കൊണ്ട് അളന്ന് നോക്കാനോ പിടിച്ചു നിർത്താനോ പറ്റില്ല. ആ വാവച്ചി വേദനിച്ചിട്ടുണ്ടെങ്കില്, എന്റെ കൊച്ചു വേദനിച്ചിട്ടുണ്ടെങ്കില് അതിന് കഠിനമായ ശിക്ഷ തമ്പുരാൻ ആർക്കായാലും കൊടുത്തിരിക്കും. പിന്നെ എന്റെ കൊച്ചിനെ ഈ ഒരു ജന്മത്തിൽ ഞാൻ വിട്ടു പറയില്ല. ഞങ്ങളെ രണ്ടുപേരെയും തമ്പുരാൻ മുന്നേ കരുതി വെച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നാക്കിയല്ലോ. ഞാനൊരു വിവാഹിതയായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓരോ കാരണങ്ങൾ കൊണ്ട് കല്യാണങ്ങൾ നീണ്ടു പോയാലും ഇപ്പൊ ഇതിനു വേണ്ടി മാറ്റി വെച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം വാവച്ചിക്ക്
അത് അവന് ഒരുക്കി വെച്ച ഒരു അമ്മേനെ അവനെ എന്തോരം സ്നേഹിക്കാൻ പറ്റുന്നോ, എന്തോരം എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നോ, എന്തൊക്കെ ആക്കാൻ പറ്റുന്നോ, എങ്ങനെയൊക്കെ ആകാൻ പറ്റുന്നോ, 12:30 വരെ ഞങ്ങൾ രണ്ടുപേരും കളിച്ച് മറിഞ്ഞ്. പഠിക്കുന്നുണ്ടോ അതോ? ടീച്ചർമാര് വന്നു പോകും. ഷെഫീക്ക് നമുക്ക് ക്യാമറയുടെ മുന്നിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടത്തി. അമ്മയാണെന്നാണല്ലേ പറഞ്ഞേ? അതമ്മ. ആ കക്ഷി അമ്മയാണ് ഷെഫീക്ക്. രാഗിണി അമ്മ. രാഗിണി അമ്മ അമ്മയാകും. ഞാൻ കൊച്ച് വാവാച്ചി. എന്റെ മുടിയൊക്കെ മാറ്റി എന്നെ കൊറേ ഉമ്മ തന്നെ ഇവിടെയൊക്കെ വെച്ച് ഇക്കിളിയൊക്കെ കൂട്ടി. നമുക്ക് തന്ന് ഞാൻ കളിക്കാം. ചേച്ചി ഇത്രയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷവും ഈ ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്, എല്ലാം ഭയങ്കരമായിട്ടും ചെയ്തതാണല്ലേ? എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ് ഇവിടുത്തെ റൊട്ടീനും കാര്യങ്ങളും? മെയിനായിട്ട് അല്ലസർ കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ അതായത് അവരുടെ കുടുംബത്തിലെ 4ാമത്തെ കൊച്ചായിട്ട് തന്നെ അവനെ അംഗീകരിച്ച് അങ്ങനെ തന്നെയാ. അതവർക്ക് നമുക്കത് അനുഭവിച്ചാലേ അറിയാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും ചേർത്ത് പിടിച്ച് അവന്റെ അമ്മയായിട്ട് തന്നെ കരുതി. എടുത്തു പറയണത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ മൂസ സാറ് ഒത്തിരി തിരക്കുള്ള ഒരു സാറാ. എന്നാലും അവന് വേണ്ടി സമയം മാറ്റി വെക്കാറുണ്ട്. മിജാസാറൊക്കെ നിന്ന് തിരിയാൻ ശരിക്കും വീട്ടിലെ മക്കളെ പോലെ ശരിക്കും നോക്കാൻ ഒരു സമയമില്ലാത്ത തിരക്കുള്ള വലിയൊരു സാറാണ്. ആ സാറായാലും അവന്റെ ഇക്കായായിട്ട് വന്ന് അവൻ മിജാക്ക വാപ്പച്ചിന്നാ വിളിക്കുന്നത്. ചെയർമാൻ സാറിനെ വലിയ സാറിനാ വിളിക്കുന്നത്. പിന്നെ അതിന്റെ ഇളയത് പൈജ സാർ എന്ന് പറഞ്ഞുണ്ട്, പൈജ കൊച്ചാപ്പ എന്നാ വിളിക്കുന്ന, റിജ കൊച്ചാപ്പ. പിന്നെ ഈ MDയുടെ ഉമ്മച്ചീനെ ഇവന്റെ ഉമ്മച്ചിയാ, ഇവന്റെ സ്വന്തം ഉമ്മച്ചിയാ. അവരുടെ വൈഫ് അവരെല്ലാരെയും ആസിയ ഉമ്മ, മിജ സാറിന്റെ വൈഫിന് ആസിയ ഉമ്മ അവന്റെ ഉമ്മയാ. ഞാൻ അമ്മയായിട്ട് തന്നെ ജീവിക്കാവുള്ളൂ. പിന്നെ അതുങ്ങളെ ഇളത് കുഞ്ഞുമ്മ, അല്ലിയമ്മ, ഇളയമ്മ എന്നൊക്കെ പറഞ്ഞു വിളിക്കും. അവര് ഭയങ്കര നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ല. നമുക്കിട്ടൊക്കെ ഇടയ്ക്ക് അടിയിടിയൊക്കെ തരും. അല്ലസർ കുടുംബത്തിൽ ആരേലും വന്നു കഴിഞ്ഞാൽ അവന് ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സാർമാരും സമയമുള്ളപ്പം ആ സ്നേഹം വാരിക്കോരി കൊടുക്കാറുണ്ട്. എല്ലാം അവന് എന്താവശ്യം ഉണ്ടെങ്കിലും അത് ചെയ്യാറുണ്ട്. സ്നേഹമാ. അതായത് ഗവൺമെന്റിന് കൊടുത്ത വാഗ്ദാനം പൂർണ്ണതയായിട്ട് അവന്റെ കാര്യത്തിൽ മുന്നോട്ട് ഫുള്ളായിട്ട് ഒരിരട്ടി കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് ഡോക്ടർ തരിയ സാറ് അന്ന് വെല്ലൂരിൽ കെയറിങ് എന്തോരുണ്ടോ, ഒരു മുടിയുടെ നാറ്റം ജീവനുണ്ടെങ്കിലും ആ സാറ് തൊട്ടാൽ ജീവിക്കും. ആ ഒരു കരുണയും ആ സാറിന്റെ വെല്ലൂര് ഹോസ്പിറ്റലിന്റെ ഭാഗത്തിരുന്നും അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തിരുന്നും എല്ലാം ഉണ്ടായതുപോലെ തന്നെ അല്ലസറിലെ ഡോക്ടർ ഷിയാസ്, അത് മിജാസ് സാറിന്റെ മൂത്തപ്പാടെ മോന, അത് ഇവന്റെ കൊച്ചാപ്പായ. ആരാ ബാബച്ചി? അവന്റെ കൊച്ചാപ്പായ. എന്തോ വയ്യാല് ഉണ്ടെങ്കിലും ഏതൊക്കെ ഡോക്ടേഴ്സ് വന്നാലും ഡോക്ടർ ഷിയാസ് നോക്കുവാണെങ്കിൽ മരുന്നൊന്നും വേണ്ട, അസുഖം കുറയും. അവരെ കാണാനുള്ള അസുഖമായിട്ട് എനിക്ക് പിന്നെ തോന്നി. പിന്നെ ഇളയത് ഡോക്ടർ റിജ ഉണ്ട്. ഡോക്ടർ റിജയുടെയും ഡോക്ടർ ഷിയാസിന്റെ അണ്ടറിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സ്. പിന്നെ എടുത്ത് എന്നെ പറയാനുള്ളത് ദൈവത്തിനോട് കൂടി നന്ദി. പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കൊച്ചിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാധ്യമങ്ങൾ മാറി. എന്നത് വീട്ടിൽ നിന്ന് ഓടി വരുന്ന പോലെയാണ് എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഓടി വരുന്നത്. ചേച്ചി അത് തന്നെയാണ്. ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന ഒരാളാണ്. മോന്റെ കാര്യത്തിൽ അന്ന് ഞാൻ ഈ വാർത്തയൊക്കെ വായിച്ച് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു കുഞ്ഞു ഇങ്ങനത്തെ വേദനയുള്ള വാർത്തയൊന്നും ഞാൻ ഡീറ്റെയിൽ ചെയ്യത്തില്ല. കാരണം എനിക്കത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര പ്രശ്നമാകും. എനിക്ക് കുറെ നേരം എനിക്ക് മെന്റലി പ്രശ്നമാകും. അത് ചെറുതിലേ മുതലുള്ളതാ. എന്നെ സംബന്ധിച്ച് അന്ന് ഷെഫീഖിനെ കാണാനുള്ള ഒരു നില പോലും എനിക്കില്ലായിരുന്നു. അത് എനിക്ക് അങ്ങനെ ആ വാർത്തയെല്ലാം ഞാൻ ഉപേക്ഷിച്ചതാ. എനിക്ക് ഒരു തരത്തിലും പറ്റാത്ത രീതിയിൽ എനക്ക് അടിക്കണം കക്ഷിക്ക്. ഇപ്പം അന്ന് ഞാൻ ഉമ്മ വെക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എന്തെങ്കിലും കാണുമ്പോ എനിക്ക് എന്നാ ചെയ്യണ്ടേന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഇങ്ങോട്ട് വാ, റോള് ചെയ്തേ, ഇങ്ങോട്ട് റോള് ചെയ്തമ്മേ, ഇങ്ങോട്ട് വാ അമ്മേ. അമ്മയും മോനുമാണ് ഇടക്കിടക്ക് തിരിച്ച് കളിക്കും അല്ലേ? ഇത് അമ്മയാവും. ഞാൻ എന്നെ എങ്ങനെ വിളിക്കുന്നേ? എടാ വാവച്ചി തന്നെ വിളിക്കുന്നത് ഇപ്പൊ. കുഞ്ഞേ വാവേ, അങ്ങനെയൊക്കെ. അപ്പൊ അതന്നെ ചേച്ചി പറഞ്ഞേ, ഈ സന്തോഷം എന്നും ഉണ്ടാവട്ടെ. നിങ്ങളെ ആരും പിരിക്കത്തില്ല. എന്നോടൊരു ഇത്തിരി സമയം ചേച്ചിയാണെങ്കിലും എന്താ പറയാ സംസാരിച്ചതിനും
ഷെഫീഖിനെ കാണാൻ പറ്റിയാലും എനിക്ക് അവന്റെ കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഫീലായിരുന്നു. ദൈവമല്ലേ ദൈവം. എന്റെ കഴിഞ്ഞ ആഴ്ചയിലെ ചാനലിലൊക്കെ കരയും പിടിക്കൊക്കെ ചെയ്തപ്പോ എന്റെ അപ്പായ്ക്ക് എന്റെ അമ്മയ്ക്ക് എന്റെ സഹോദരങ്ങൾക്കൊക്കെ സങ്കടമായി. അല്ലസർ കുടുംബത്തിലെ എന്റെ ഉമ്മച്ചിക്ക് സങ്കടമായി. അവര് പറഞ്ഞു കരഞ്ഞോണ്ട് എടുക്കണ്ട. ഇന്ന് രാവിലെ ആയാലും ചേച്ചിമാര് പറഞ്ഞു ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കരച്ചില്. റാണി എനിക്ക് കരയേണ്ട ആവശ്യമില്ല, അവരാണ് കരയേണ്ടത്, നീ കരയേണ്ട പെണ്ണല്ല. അതുകൊണ്ട് നിന്റെ കൊച്ചു നിന്റെ കയ്യിലുണ്ട്, നീ സുരക്ഷിതാണ്, അതുകൊണ്ട് കരയരുതെന്ന് പറഞ്ഞു. ഹാപ്പിയാണ്. പിന്നെ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പം പുള്ളി കേട്ടിട്ടുണ്ടെന്നിട്ട് പിന്നെ അന്നത്തെ രാത്രിയൊക്കെ പുള്ളിക്ക് ഒത്തിരി വിഷമാ. അത് നമ്മൾ രണ്ടുപേരും കരയുന്നില്ല. ഇപ്പം ആൾക്ക് വലിയ സന്തോഷായിട്ടേ ഇരിക്കട്ടെ. ഇല്ല, സന്തോഷായിട്ട് പുള്ളിക്ക് ഇപ്പൊ എന്തൊക്കെ ചെയ്യണം. മേമ കിടന്നില്ലേ, മേമനെ ഒന്ന് ഇങ്ങനെ ഉരുട്ടി ഒരു പരുവാക്കി വിടണം. അപ്പൊ എന്താണ് ചേച്ചി വളരെയധികം നന്ദി വന്നതില്.